CPM വനിതാ നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണന് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകി. നാളെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. എറണാകുളം റൂറൽ സൈബർ സംഘവും പറവൂർ പോലീസും ഗോപാലകൃഷ്ണന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമിയും ഈ കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നു. അതേ തുടർന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇയാളിപ്പോൾ ഒളിവിലാണോ? അതോ പോലീസ് അവിടെ എത്തിയപ്പോൾ ഈ വീട്ടിലെത്തിയപ്പോൾ ഗോപാലകൃഷ്ണൻ വീട്ടിലുണ്ടായിരുന്നോ? പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ്? ഒരു അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് നേരത്തെ പറയുന്നത് ഗോപാലകൃഷ്ണൻ ഒളിവിലാണെന്നാണ്. പലതവണ ഈ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. ഇതിനെ തുടർന്ന് ഇതിന്റെ റേഞ്ച് പരിശോധിച്ച് ചെന്നപ്പോഴാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ ഫോൺ ഉള്ളതായി പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. ഫോൺ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണോ ഈ KJ ഷൈനും വൈപ്പിൻ MLAയും തമ്മിൽ മോശമായിട്ടുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എന്നതിനെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മെറ്റിക്കും പോലീസ് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി. അതിൽ ചില കാലതാമസം നേരിട്ടതിനാൽ ഒരിക്കൽ കൂടി ഒരു മെയിൽ അയച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇനി എന്തായാലും ഈ ഫോൺ പരിശോധിക്കുക എന്നുള്ളതാണ് അടുത്ത അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണനോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുവാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. വീട്ടിൽ ചെന്നപ്പോൾ മറ്റ് കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിലാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഹാജരാകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഗോപാലകൃഷ്ണന്റെ മുന്നിലുള്ളത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ പ്രതിയാണ് ഗോപാലകൃഷ്ണൻ, രണ്ടാമത്തെ പ്രതി മറ്റൊരു യൂട്യൂബ് ചാനൽ ഉടമയായ ഷാജഹാൻ. ഇത് ഒരാളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കൊണ്ടോട്ടി അബു എന്ന യൂട്യൂബ് ചാനൽ അവതാരകൻ യാസിറിനെയാണ് വീണ്ടും പ്രതിയാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 പ്രതികളായി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്. ഒപ്പം ഇവരുടെ ഈ പോസ്റ്റുകൾക്കും ഈ യൂട്യൂബ് ചാനലുകൾക്കും താഴെ കമന്റ് ഇട്ടവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കൂടുതൽ ആളുകളെ ആവശ്യമെങ്കിൽ പ്രതി ചേർക്കുവാനും നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. രാവിലെ ആയിരുന്നു ഈ പോലീസിന്റെ ഈ ഒരു പരിശോധന നടന്നത്. പരിശോധന പൂർത്തിയാക്കിയ ശേഷവും പോലീസിൽ പരാതിപ്പെട്ട് പോലീസ് കേസെടുത്ത ശേഷവും KM ഷാജഹാൻ ഇപ്പോഴും അധിക്ഷേപം തുടരുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ KJ ഷൈനെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ ഉന്നയിച്ച വിഷയങ്ങളെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് KM ഷാജഹാൻ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ ഇടുന്നു. അത് വീണ്ടും മറ്റ് സൈബർ ഗ്രൂപ്പുകൾ അത് പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഈ KM ഷാജഹാനാണ് ഈ സംഭവത്തിന് ഈ ഒരു വിവാദത്തിന് തുടക്കമിട്ടതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ആദ്യം ഗോപാലകൃഷ്ണൻ ഇവിടെയും പേര് പരാമർശിക്കാതെ ഒരു പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം ഒരു പത്രത്തിൽ ഈ രീതിയിലുള്ള വാർത്ത, ചെറിയൊരു കോളത്തിലൊരു വാർത്ത വരുന്നു. പിന്നീട് അത് KM ഷാജഹാൻ്റെ യൂട്യൂബ് ചാനൽ ഏറ്റെടുക്കുന്നു. അതാണ് വ്യാപകമായ രീതിയിൽ പ്രചരിക്കപ്പെട്ടത്. ഈ KM ഷാജഹാനെ അറസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അയാളെ കണ്ടെത്താനുള്ള നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ നീങ്ങുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്നും ടോം ഇപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നൊരു ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആണ് ഈ മെറ്റയോടും ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്, ചില തെളിവുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെയിൽ അയച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ പ്രതികളാക്കപ്പെട്ടിരിക്കുന്ന 3 പേരുടെയും ആദ്യമേ 2 പ്രതികളായിരുന്നു, ഗോപാലകൃഷ്ണനും ഷാജഹാനും. ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും അത് അവർ സ്വയമായി തന്നെയാണോ ഈ പോസ്റ്റ് ഇട്ടതും അതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്, തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകുകയും അതിനായി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റ് തരത്തിലുള്ള പരിശോധനകളും അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഷാജഹാനെ ഉടനെ തന്നെ നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് അന്വേഷിക്കുന്നത് മുനമ്പം DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ്. ആദ്യമായിട്ടായിരിക്കും ഇത്രയും വേഗത്തിൽ ഒരു നേതാവിന്റെ സൈബർ ആക്രമണ പരാതിയിൽ പോലീസിന്റെ തിടുക്കപ്പെട്ടുള്ള ഒരു അന്വേഷണം ആദ്യമായിട്ടായിരിക്കും. ഇതുതന്നെയാണ് കോൺഗ്രസും സൂചിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിൽ ഇപ്പോഴും പോലീസ് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലടക്കം പരസ്പരം പ്രത്യേകിച്ച് സ്ത്രീകളെ, വനിതാ നേതാക്കളെ
അടക്കം സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേപിക്കുന്ന പ്രവണതയുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയധികം ഊർജിതമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യയെ, കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണിൻ്റെ ഭാര്യയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഈ രീതിയിൽ അവഹേളിക്കുന്നുണ്ട്. ജിൻഡോ ഇന്ന് ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റും ഇട്ടിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ സമാനമായ രീതിയിൽ KJ ഷൈൻ നൽകിയതിന് സമാനമായ രീതിയിൽ സൈബർ കേസിൽ പേരുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായത്? കാരണം ഇവിടെ KJ ഷൈനെതിരായിട്ടുള്ള സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപം, അതിനെതിരെ ശക്തമായ നടപടി വേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം നടത്തുമ്പോഴും പോലീസ് ആ രീതിയിൽ നടപടി സ്വീകരിക്കേണ്ടതല്ലേ നവമി? അതാണ് ടോം ഇവിടെ പ്രതിപക്ഷമടക്കം ചൂണ്ടിക്കാട്ടുന്നത്. മറുഭാഗത്ത് ആദ്യം കേസ് നൽകിയ നേതാവ് CPM-ന്റെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവാണ് KJ ഷൈൻ. മറുഭാഗത്ത് നിൽക്കുന്നത് വൈപ്പിൻ MLA ആണ്. അപ്പോൾ പാർട്ടിയോട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളുടെ കേസുകൾ മാത്രമാണ് ഇത്രയും വേഗത്തിലെടുത്ത് അത് അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊക്കെ പോലീസ് കടക്കുന്നത്. അത് ആഭ്യന്തരമന്ത്രിയുടെ ഈ അടുത്ത് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെയാണോ, പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണോ പോലീസ് ഇത്തരത്തിൽ ഇരട്ട നീതി കാണിക്കുന്നതെന്നാണ് പ്രതിപക്ഷമടക്കം ആരോപിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയൊക്കെ വലിയ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു KJ ഷൈൻ വിമർശനം ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവാണ് ഇതിന് പിന്നിൽ. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യം ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത്. ഒരു ബോംബുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തനിക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളാണോ എന്ന തരത്തിലായിരുന്നു KJ ഷൈൻ ഉന്നയിക്കുകയും ചെയ്തത്. അന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഈ പോലീസിന്റെ കേസെടുക്കലും തുടർ നടപടികളും ഒക്കെ ആയപ്പോഴേക്ക് തന്നെ പ്രതിപക്ഷ നേതാവും ചോദിച്ചത് ഇതാണ്. ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരായിട്ട് വലിയ രീതിയിൽ സൈബർ ആക്രമണം നടന്നപ്പോൾ പരാതി നൽകിയതാണ്. അതും ഒരു സ്ത്രീക്കെതിരെയാണ്. അതിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായത്. അതിൽ തിടുക്കപ്പെട്ട് കേസെടുക്കാത്ത അല്ലെങ്കിൽ ആ കേസിൽ നടപടി സ്വീകരിക്കാത്ത പോലീസ് എന്തുകൊണ്ടാണ് ഈ MLA-യുടെയും ഒപ്പം ഈ വനിതാ നേതാവിന്റെയും പരാതിയിൽ മാത്രം ഇങ്ങനെ തിടുക്കപ്പെട്ട് കേസെടുക്കുന്നത്? അതും പ്രതിപക്ഷത്തെ മനഃപൂർവ്വം പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്കാണ് പോലീസിന്റെ അന്വേഷണം എന്നുകൂടി പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇതിലെന്താണ് പോലീസിന്റെ തുടർ നടപടികളെന്നാണ് ഉറ്റുനോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ MV ഗോവിന്ദനെതിരെയൊക്കെ വലിയ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോപാലകൃഷ്ണന്റെ ഭാര്യ ഇന്നലെയാണ് പോലീസിൽ പരാതി നൽകിയിരുന്നത്. പറവൂർ പോലീസിനാണ് പരാതി നൽകിയത്. അതിൽ പോലും പോലീസ് മറ്റ് നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ സൈബർ ആക്രമണം ഇരു വിഭാഗക്കാരും അതിൽ പങ്കാളികളാണ്. അത് ഒരു ഭാഗത്തിന് മാത്രം നീതി ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭാഗത്തിന് വേണ്ടി മാത്രം അന്വേഷിക്കുന്ന ഒരു പോലീസിനെതിരെയാണ് പ്രതിപക്ഷവും വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. സൈബർ ആക്രമണം അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകളോടോ പുരുഷന്മാരോടോ ആരെങ്കിലും ആയിക്കോട്ടെ ഒരു ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും കുടുംബത്തെ അടക്കം അതിലേക്ക് വലിച്ചിഴയ്ക്കുകയും സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ കടുത്ത നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. എന്നാലും KJ ഷൈൻ ടീച്ചർക്കെതിരായിട്ടുള്ള പരാതിയിലെടുത്ത നടപടി അല്ലെങ്കിൽ ആ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ ഭാര്യയുടെ പരാതിയിൽ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് ആക്ഷേപം ഉയരുന്നത്.